കൊച്ചി കോതമംഗലം നേര്യമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന റോഡിലേക്ക് പന മറിച്ചിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി മരിച്ചു. പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി വെസ്റ്റ് C12 അയ്യിൽ ടൗൺഷിപ്പ് ഇൻസ്ട്രുമെന്റേഷൻ ക്വാർട്ടേഴ്സിൽ CV ആൻമേരിയാണ് മരിച്ചത്. 21 വയസ്സുകാരിയാണ് ആൻമേരിയ. കോതമംഗലം മാർ അത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ബൈക്ക് ഓടിച്ചിരുന്ന ആൻമേരിയയുടെ സുഹൃത്ത് കോതമംഗലം അടിവാട് മുല്ലശ്ശേരി അൽത്താഫ് അബൂബക്കറിന് പരിക്കേറ്റു. ഇദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി റോഡിൽ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വൈകിട്ട് 6ഓടെയാണ് അപകടം നടന്നത്. ഇടുക്കി ഭാഗത്തു നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിന് മുകളിലേക്ക് ആന പിഴുതെറിഞ്ഞ പന വീഴുകയായിരുന്നു. അൽത്താഫ് നിലവിളിച്ചു ബഹളം വെച്ചതോടെ സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകരെത്തി ജീപ്പിൽ ഇരുവരെയും നേര്യമംഗലത്തെത്തിച്ച് ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആൻമേരിയെ രക്ഷിക്കാനായില്ല. മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അൽത്താഫ് ഇപ്പോൾ ചികിത്സയിലാണ്. അതേസമയം പരിക്കേറ്റ അടിവാട് സ്വദേശി അൽത്താഫ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം നേര്യമംഗലം നീണ്ടപാറ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടപാറ വായനശാലപ്പടിയിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്നും ദിവസങ്ങളോളം തുടർച്ചയായി എത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചുവെന്നും പരാതിയുണ്ടായിരുന്നു. കൃഷികളെല്ലാം നശിപ്പിക്കുന്ന ആന ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. പെരിയാർ കടന്ന് രാത്രി കാലങ്ങളിലാണ് കാട്ടാന എത്തുന്നത്. വനത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്ത് റോഡരികിലുള്ള നടുക്കുടി ജോളിയുടെ വീട്ടുമുറ്റത്ത് വരെ ഒറ്റയാൻ എത്തിയെന്നും പരാതിയുണ്ടായിരുന്നു. അതേസമയം വനാതിർത്തികളിൽ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാനശല്യം ഒഴിവാക്കുന്നതിന് സർക്കാർ ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടവും നടക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.